ബി ജെ പിക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മേഖലയാണ് മൂത്താന്തറ. ആ സ്വാധീനം ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഈ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിൻ്റെ വിഹിതം നിലനിർത്തുന്നത്. എന്നാൽ ആ മേഖലയിൽ നിന്നുള്ള ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു പ്രിയ അജയൻ, ബി ജെ പിയുടെ. പക്ഷെ അവരെ എന്തിനാണ് രാജിവെപ്പിച്ചത് എന്ന് യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മറുപടി പറയണം. കാരണം മൂത്താന്തറയിലെ ബി ജെ പിയുടെ സ്വാധീനം ഉപയോഗിച്ച് മാത്രം വളർന്ന ഒരാളായിരുന്നു ഈ പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. പക്ഷെ ആ പ്രദേശത്തുകാരിയായിട്ടുള്ള ഒരു വനിത മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയപ്പോൾ അവരെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടി ആരാണ് പരിശ്രമിച്ചത്, എന്തിനു വേണ്ടി രാജിവെപ്പിച്ചു? അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ ഞാൻ മാത്രമാണ് യോഗ്യൻ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമാണ് യോഗ്യൻ, എന്തെങ്കിലും പദവി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ യോഗ്യതയും എനിക്കുള്ളതും എൻ്റെ കുടുംബത്തിനുള്ളതാണ് എന്ന നിലയിലേക്കാണ് ബി ജെ പിയിൽ നടന്നു വരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പല വിവരങ്ങളുണ്ട്. മൂത്താന്തറ പ്രദേശത്തെ ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ച്, അതായത് ഡോക്ടർ നായർ GUP സ്കൂൾ വടക്കന്തറ, ബൂത്ത് നമ്പർ 62, 63, 65, RB കുടം അപ്പർ പ്രൈമറി സ്കൂൾ നെയ്ത്തുകാര തെരുവ്, ബൂത്ത് നമ്പർ 59, 60, കർണകി സീനിയർ ബേസിക് സ്കൂൾ ശ്രീരാം പാളയം, ബൂത്ത് നമ്പർ 36, ESI ബിൽഡിംഗ് ജൈനിമേട് ബൂത്ത് 64, കാതിരിയ UP സ്കൂൾ പള്ളിത്തെരുവ്, ബൂത്ത് നമ്പർ 61. ഇവിടെ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ 360 കള്ളവോട്ട് ഇതിനകം തന്നെ ബി ജെ പിയും RSSും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ വ്യാപകമായി ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുക. ഒരാൾ തന്നെ ഇലക്ഷൻ മാനദണ്ഡങ്ങളെല്ലാം വകവയ്ക്കാതെ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയ്ക്കാണ് അവിടെ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയുള്ളത്. അപ്പോൾ നമുക്കെല്ലാം ഇലക്ഷൻ്റെ ഹാൻഡ് ബുക്ക് വായിച്ചറിവുള്ളതാണ്. ആ ഹാൻഡ് ബുക്കിൽ എങ്ങനെയാണോ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ബി ജെ പിയും RSSും ഞാൻ ഈ പറഞ്ഞ ബൂത്തുകളിലെല്ലാം ഇതിനകം തന്നെ കള്ളവോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂത്താന്തറയിൽ 360 കള്ളവോട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആധികാരികമായി നമുക്ക് കിട്ടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ആധികാരികത ഇപ്പം ഞാനിവിടെ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഏതായാലും നിയമ നടപടി വളരെ കൃത്യമായി അവിടെ പോലീസ് സ്വീകരിക്കേണ്ടതുണ്ട്, ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ടൗണിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി ജെ പിയിൽ നിന്ന് ഇതിനകം തന്നെ പണം പറ്റി എന്നാണ് അറിയുന്നത്. അപ്പം ഇത്തരത്തിൽ പരസ്പരം പണം കൊടുത്ത് വലിയ തോതിലുള്ള വോട്ട് വിലയ്ക്ക് വാങ്ങിക്കലാണ് ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായി UDF പണം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് പിരായിരി.
അത് ഇലക്ഷൻ കമ്മീഷന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്നും നാളെയുമായി വളരെ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നുള്ളതാണ് ആവശ്യം.